അപ്പം കുറച്ച് ദൂരം നടന്ന് വന്നു കേട്ടോ. ഇവിടെ ഒന്നും ബസ്സൊന്നും കാണുന്നില്ല. എനിക്കൊന്ന് ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു. ബസ്സൊക്കെ എവിടെയാണ് നിർത്തുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മളിനി മറീന ബീച്ചിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബസ് തിരക്കി നടക്കാം കേട്ടോ. എവിടെ നിന്നാണ് ഇനി ബസ് കയറണമെന്ന് അറിയത്തില്ല. അപ്പോൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് മുന്നോട്ട് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പയ്യെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. മാപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് മറീന ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു 52 കിലോമീറ്ററാണ് കാണിക്കുന്നത്. എനിക്കൊന്ന് ടിക്കറ്റ് ചാർജ് വന്നിട്ട് 60 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നെറ്റിൽ നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ എവിടെ നിന്നാണ് ബസ് കയറണമെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും ചോദിക്കണം എവിടെ നിന്നാണ് ബസ് കയറേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ നടന്നെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മറീന ബീച്ചിലേക്ക് ബസ് കിട്ടുമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇനിയിപ്പോൾ ഏത് ബസ്സാണെന്നുള്ളത് നോക്കണം. മഹാബലിപുരത്ത് നിന്ന് 2 ബസ് കയറി ഇപ്പോൾ നമ്മൾ മറീന ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിറങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു നല്ല വെയിലായിരിക്കും എന്ന് ചോദിച്ചേ. അപ്പോൾ ഇവിടെ അത്യാവശ്യം തണലുണ്ട്. ഇവിടെ വെയിൽ കുറവാണ് കേട്ടോ ഇന്നിപ്പോൾ. ഇത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബീച്ചാണെന്ന് തോന്നുന്നു കേട്ടോ, ഈ മറീന ബീച്ച് എന്ന് പറയുന്നത്. ട്രിവാൻഡ്രത്തൊക്കെ വന്നിട്ട് കാണുന്ന ബീച്ചിനെക്കാട്ടിയൊക്കെ വലിയ ബീച്ച്. അപ്പോൾ ഇവിടെ വന്നിറങ്ങിയിട്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ബസ്സുകളൊക്കെ കിടപ്പുണ്ട്, ആൾക്കാരെ കൊണ്ടുപോകാം, ബൈക്കുകളിലൊക്കെ കിടപ്പുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് ആള് ഒരുപാട് വരുന്നതാണ് തോന്നുന്നത്. ഇപ്പം സമയം 2 മണിയായിട്ടേ ഉള്ളൂ. അതാണ് ആള് കുറവ്. എങ്കിലും ആളുണ്ട് അത്യാവശ്യം. ഈ സൈഡിലൊക്കെ ഫുള്ള് കടലാണ്. രാത്രി ആകുമ്പോഴത്തേക്കും എല്ലാം സജീവമാവും. ഇവിടെ ആ സൈഡിലാണ് ഫോർട്ടൊക്കെ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ അടുത്തൊരു കുറച്ച് സ്ഥലങ്ങളുണ്ട് കാണാനൊക്കെ. ബീച്ചിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഈ കടകളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് ദൂരമുണ്ട് കേട്ടോ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അത്രയും ദൂരമുണ്ട് നടക്കാൻ. ഞാൻ വിചാരിച്ച് നല്ല അടുത്തായിരിക്കുമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇത് നല്ല ദൂരമുണ്ട് നടക്കാനൊക്കെ. ഈ സൈഡിലത്രയും ഫുള്ള് കടകളാണ് കേട്ടോ. ഇവിടെ നിന്ന് ആ സൈഡിൽ അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മഹാബലിപുരത്ത് പോയപ്പോഴത്തേക്ക് കണ്ടാണ് ഇവിടെയും കുതിര സവാരി കൊണ്ട് ദൂരെ ഒരു കുതിര പോകുന്നതാണ്. അപ്പം നമ്മൾ മഹാബലിപുരത്തിൽ നിന്ന് തിരുവാൻമയൂർ എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ബസ് പിടിച്ചിട്ട് മറീന ബീച്ചിലേക്ക് വന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ബീച്ചിട്ട് ഇങ്ങനെ അടുത്തെത്തി. ഒരുപാടുണ്ട് കേട്ടോ സ്ഥലം. ഇവിടെ നോക്കിയാൽ അങ്ങ് അറ്റമേലെ കിടക്കി 2 സൈഡ് ഒതുങ്ങി തന്നെ നല്ല ഏരിയ ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ ആ സൈഡിലാണ് പോർട്ടൊക്കെ വരുന്നത് കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാർക്ക് കാണാം. കടൽ മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞ വരുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ല കലങ്ങി മറിഞ്ഞ വരണം വെള്ളം. ആ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ആളിങ്ങനെ. ഈ സൈഡിൽ ഉടനെക്കാട്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ സൈഡിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പയ്യെ നടന്നു നോക്കാം. ഈ ബീച്ചിൽ ഫുള്ള് ഇതുപോലത്തെ വേസ്റ്റാണ് കേട്ടോ. ഈ സൈഡിൽ കടലിൽ നിന്ന് വെള്ളം അടിച്ച് കയറുന്ന അത്രയും ഇതുപോലത്തെ വേസ്റ്റാണ്. തെർമോക്കോളും അത് ഇത്. പുറംകെട്ടിൽ അങ്ങ് ഒരു വലിയൊരു കപ്പൽ കിടപ്പുണ്ട്. നമുക്ക് ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയുമ്പോഴാ. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത്. കാരണം വെയിലും കുറവായിരിക്കും. അപ്പോഴത്തേക്കായിരിക്കും ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം നല്ല വെയിലുള്ള സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ വരുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് ഉണ്ടോ, ഈ സൈഡിലേക്കുള്ള ഇതുപോലത്തെ കടകളൊക്കെ അപ്പോഴത്തേക്കായിരിക്കും ഓപ്പൺ ആകുന്നത്. ഇപ്പോൾ ഇവിടെ കടലെല്ലാം അടച്ചിട്ടിരിക്കണം. അപ്പോൾ ഒന്നും അറിയാൻ വയ്യ എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളൊന്നും. അപ്പോൾ രാത്രി നമ്മളിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബീച്ച് ഇത്രയും വലുതാണെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ വന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ തന്നെ നല്ല രീതിക്ക് തളർന്നു. അവിടെ അത്രയും നടക്കാനുമുണ്ട്. അപ്പോൾ ആ ബീച്ചിൻ്റെ അറ്റം വരെ എത്താൻ പറ്റും. പിന്നെ വൈകുന്നേരത്തൊക്കെ വരുന്നതന്നെ എനിക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. 6 മണിക്ക് ശേഷം ഒക്കെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം
നമ്മൾ വന്നിറങ്ങി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഈ റോഡ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഈ സൈഡിലൊക്കെ ഫുള്ള് കടകളാണ്. ഇതൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ രാത്രിയാവും. ഈ സൈഡൊക്കെ ഫുള്ള് കടകളാണ്, അറ്റമേനെ കടകളാണ്. ഇതുപോലത്തെ കടകളാണ് കേട്ടോ അറ്റമേരം. പിന്നെ ഇവിടെ ഒരാൾ ഐസ്ക്രീം ഒക്കെ കൊണ്ട് വയ്ക്കുന്നതാണ്. ബസ്സിലൊക്കെ ആൾക്കാർ മറീന കഴിച്ച് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് പോയി ഇരിക്കണം എല്ലാവരും കൂടെ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇതുവങ്ങ് അറ്റം വരെ കടകളാണ്. ഇതുവരെ അറ്റം വരെ നടക്കുന്നില്ല. ചെറുപ്പക്കാരാണ് കേട്ടോ കൂടുതൽ വരുന്നത്. അപ്പം മറീന ബീച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം.